Today we can discuss about the spiritual development which is proposed by Fowles. അതിൽ പ്രധാനപ്പെട്ട ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൈമൽ ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. ഈ പ്രൈമൽ ഫെയ്ത്ത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ഒരു ട്രസ്റ്റ് വഴിയാണ്. അതായത് ഇൻഫൻറ്റ് എക്സ്പീരിയൻസസ് ദ ലവ്, കെയർ ആൻഡ് സെക്യൂരിറ്റി ത്രൂ ദെയർ റിലേഷൻഷിപ്പ് വിത്ത് പേരൻസ് ഓർ പ്രൈമറി കെയർ ഗിവർ. ഇൻഫൻസിൻ്റെ ലവും എക്സ്പീരിയൻസും ലവ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലവ്, കെയർ, സെക്യൂരിറ്റി ഒക്കെ എങ്ങനെയാണ്? ത്രൂ ദെയർ റിലേഷൻഷിപ്പ് വിത്ത് പേരൻസ് ഓർ പ്രൈമറി കെയർ ഗിവർ. ഫൗണ്ടേഷൻ ഓഫ് ഓൾ ഫ്യൂച്ചേഴ്സ് ഫെയ്ത്ത് ഈസ് ദ ഫീലിംഗ് ഓഫ് ബീയിങ് ലവ്ഡ് ആൻഡ് സേഫ് എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം ഇതിങ്ങനെ ഓരോ സ്റ്റേജും വേണേൽ ചോദിക്കാം എക്സാമിനേഷൻ കേട്ടോ. അതുപോലെ സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഇൻഡ്യൂറ്റീവ് പ്രൊജക്റ്റീവ് ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. അത് 2 to 7 ഇയേഴ്സിലാണ് വരുന്നത്. അതിലെന്താണെന്ന് വെച്ചാൽ ചിൽഡ്രൻസ് അവരുടെ ഇമാജിനേഷനും അവർ ഫാൻറ്റസിയും യൂസ് ചെയ്തുകൊണ്ട് ഗോഡിനെ, ദൈവത്തിനെയും വേൾഡിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഫെയ്ത്ത് ഈസ് ഷേപ്ഡ് ബൈ സ്റ്റോറീസ്, പിക്ചർ, സിമ്പിൾ ആൻഡ് മേക്ക് ബിലീവ്. അത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അവരവരുടെ ഫാൻറ്റസി അല്ലെങ്കിൽ അവരുടെ സ്റ്റോറീസൊക്കെ വെച്ചിട്ട് ഫെയ്ത്തിനെ ഷേപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണെന്ന് വെച്ചാൽ അത് ഇൻഡ്യൂറ്റീവ് അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ഫെയ്ത്താണ്. അതിൻ്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2 to 7 ഇയേഴ്സാണ്. ഗോഡ് ഈസ് സീൻ ആസ് എ പവർഫുൾ, കൈൻഡ് ഇൻ കൺട്രോൾ, ലൈക്ക് ദ ക്യാരക്ടർ ഇൻ ദെയർ സ്റ്റോറി. അതുപോലെ സ്റ്റേജ് 2 എന്ന് പറയുന്നത് മിത്തിക് ലിറ്ററൽ ഫെയ്ത്ത് ആണ്. 7 to 12 ഇയേഴ്സിലാണ് ഈ മിത്തിക് ലിറ്ററൽ ഫെയ്ത്ത് കാണുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ചിൽഡ്രൻ ടേക്സ് റിലീജിയസ് സ്റ്റോറി ലിറ്ററലി, ഗുഡ് വേഴ്സസ് എവിൽ ഈസ് ക്ലിയർലി അണ്ടർസ്റ്റുഡ്, ഒബീഡിയൻസ് ആൻഡ് റൂൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സ്റ്റേജിലാണ് അവർ റിലീജിയസ് സ്റ്റോറീസൊക്കെ മീൻസ് നോക്കുന്നതും പിന്നെ അവർക്ക് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ചെയ്യാം എന്താണ് ഗുഡ് അല്ലെങ്കിൽ എന്താണ് എവിലെന്ന് അവർക്ക് മനസ്സിലാകും. അതുപോലെ ഒബീഡിയൻസും റൂൾസൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്ന ഒരു ഏജാണ് 7 to 12 ഇയേഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയുന്നതാണ് ഫെയ്ത്ത് ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, റൈറ്റ് ആൻഡ് റോങ്, റിവേർഡ് ആൻഡ് പനിഷ്മെൻറ്റ്. ഇതും ചോദിക്കാം. അടുത്തതാണ് മൂന്നാമത്തെ സ്റ്റേജായ സിന്തറ്റിക് കൺവെൻഷണൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തെന്ന് പറയുന്ന അഡോളസെൻറ്റ് സ്റ്റേജിലാണ് ഇത് കാണുന്നത്. ഫെയ്ത്ത് ഈസ് അക്സെപ്റ്റഡ് ഫ്രം ഫാമിലി, ടീച്ചേഴ്സ് ആൻഡ് സൊസൈറ്റി. ഡിസയർ ടു ബിലോങ് ആൻഡ് ബി അക്സെപ്റ്റഡ് ബൈ ദ ഗ്രൂപ്പ്, ബിഗിൻ ടു ഫോം എ പേഴ്സണൽ ഐഡൻറ്റിറ്റി. ഈ അഡോളസെൻറ്റ് സ്റ്റേജിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു ഫെയ്ത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഫാമിലി അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആൻഡ് സൊസൈറ്റി ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഒരു ഫെയ്ത്ത് എന്നാണ് നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റി ഫോം ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് ദിസ് ഈസ് വാട്ട് വി ബിലീവ്, കൺഫോമിറ്റി ആൻഡ് ലോയൽറ്റി ആർ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൺഫോമിറ്റി ആൻഡ് ലോയൽറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വേണമെങ്കിൽ ചോദിക്കാം. സിന്തറ്റിക് ആൻഡ് കൺവെൻഷണൽ ഫെയ്ത്ത് അത് ഏതിൽ എന്ന് പറയുന്നത് സ്റ്റേജ് 3 ആണ്. അത് അഡോളസെൻറ്റ് സ്റ്റേജാണ്. അടുത്തതാണ് ഇൻഡിവിജ്വേറ്റീവ് റിഫ്ലക്റ്റീവ് ഫെയ്ത്ത് യങ് അഡൾട്ട്ഹുഡിലാണ് കാണുന്നത്. അതായത് ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ ആൻഡ് തിങ്ക് ക്രിട്ടിക്കലി അബൌട്ട് ദ ബിലീഫ്. ഇപ്പം നമ്മളൊരു വിശ്വാസത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ സത്യമാണോ, നമ്മൾക്ക് തന്നെ സ്വയം ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നിട്ട് നമ്മൾ തന്നെ ക്രിട്ടിക്കലി അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് മേക്ക് ദെയർ ഓൺ ഡിസിഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു ചൂസ് ആൻഡ് ദ ബിലീഫ്. എന്നിട്ട് നമ്മൾ തന്നെ ചിന്തിക്കും, എന്നിട്ട് നമ്മളൊരു തീരുമാനം എടുക്കും അത് വിശ്വസിക്കണോ വേണ്ടയോ. അപ്പം നമ്മളിപ്പം ഒരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ മതത്തിനെക്കുറിച്ച് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ട് ഞാനതിൽ തുടരണോ വേണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഏജാണ് സ്റ്റേജ് 4 എന്ന് പറയുന്നത് യങ് അഡൾട്ട്ഹുഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് ഐ ബിലീവ് ദിസ് ബിക്കോസ് ഇറ്റ് മേക്സ് സെൻസ് ടു മീ. ഞാനതിൽ വിശ്വസിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ ഇതിലൊരു സെൻസ് ഉണ്ടെങ്കിൽ ഞാനതിൽ വിശ്വസിക്കുന്നു എന്നാണ് നമ്മൾ ആ ഒരു സ്റ്റേജിൽ പറയുന്നത്. അടുത്ത സ്റ്റേജാണ് കൺജങ്ക്റ്റീവ് ഫെയ്ത്ത് അല്ലെങ്കിൽ മിഡിൽ അഡൾട്ട്ഹുഡിലാണ് വരുന്നത്. ഇത് റെക്കഗ്നൈസ് ദാറ്റ് ദ ട്രൂത്ത് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മെനി വേസ്, അക്സെപ്റ്റഡ് കോംപ്ലക്സിറ്റി ആൻഡ് ഡിഫറൻസസ്, ഡീപ്പ് റെസ്പെക്ട് ഫോർ അതർ ബിലീഫ്. ഈ കൺജങ്ക്റ്റീവ് ഫെയ്ത്ത് എന്ന് പറയുന്നത് മിഡിൽ അഡൾട്ട്ഹുഡിലാണ്. ഈ സമയത്ത് നമ്മൾ മറ്റുള്ള ബിലീഫിനെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും, അതുപോലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, കോംപ്ലക്സിറ്റിയും ഡിഫറൻസസും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയമാണ്. അതുപോലെ ട്രൂത്തിനെ നമ്മൾ ഡിഫറെൻറ്റ് വേയിൽ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. ഓൾ റിലീജിയൻ ക്യാൻ ലീഡ് ടു ഗുഡ് ട്രൂത്ത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് കൺജങ്ക്റ്റീവ് ഫെയ്ത്തിലാണ്. ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മിഡിൽ അഡൾട്ട്ഹുഡ് സ്റ്റേജ് 5 വരുന്നത്. അടുത്തതാണ് സ്റ്റേജ് 6. അത് യൂണിവേഴ്സലൈസിങ് ഫെയ്ത്ത് ആണ്.
വെരി റെയറായിട്ടാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അത് അച്ചീവ് ചെയ്യുന്നത് വളരെ ഫ്യൂ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. അതെന്ന് പറയുന്നത് ഡീപ്പ് സെൻസ് ഓഫ് വൺനെസ് വിത്ത് ഓൾ പീപ്പിൾ കമ്മിറ്റഡ് ടു ജസ്റ്റിസ്, ലവ് ആൻഡ് സർവീസ് ഫോർ ദ വേൾഡ്. അടുത്താണ് യൂണിവേഴ്സലൈസിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. വളരെ റെയറായിട്ട് അച്ചീവ് ചെയ്യുന്നതാണ്. വളരെ വെരി റെയർ പീപ്പിളാണ് അത് അച്ചീവ് ചെയ്യുന്നത്. ഡീപ്പ് സെൻസ് ഓഫ് ഓൺനെസ് വിത്ത് ഓൾ പീപ്പിൾ, കമ്മിറ്റ്മെൻറ്റ് ടു ജസ്റ്റിസ്, ലവ് ആൻഡ് സർവീസ് ഫോർ ദ വേൾഡ്. അതായത് ലീവ്സ് ഫോർ ദ വെൽഫെയർ ഓഫ് ഓൾ പീപ്പിൾ, സെൽഫിഷ്, ലവ് ആൻഡ് യൂണിവേഴ്സൽ കമ്പാഷൻ. ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ വളരെ റെയറായിട്ട് നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് സ്റ്റേജ് 6 വരുന്നത്. അപ്പോൾ ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ, സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഞാനിപ്പം ഡിസ്ക്രൈബ് ചെയ്തത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഹൂ ഡെവലപ്പ് ദ സ്റ്റേജ് ഓഫ് ഫെയ്ത്ത് ഡെവലപ്മെൻറ്റ്? ഡെഫിനറ്റ്ലി ജെയിംസ് ഡബ്ല്യു ഫോളർ ആണ്. ആൻഡ് വിച്ച് സ്റ്റേജ് ഈസ് നോൺ ആസ് ദ പ്രൈമറി ഫെയ്ത്ത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0 to 2 years നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ഡ്യൂറിങ് വിച്ച് സ്റ്റേജ് ഡു ദ ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ദ ഫെയ്ത്ത് മെയിൻലി ത്രൂ ദ സ്റ്റോറീസ്, ഇമാജിനേഷൻ ആൻഡ് ഫാൻറ്റസി? നമ്മൾ പറഞ്ഞായിരുന്നു അത് മൂന്നാമത്തെ ബി ആണ് ആൻസർ, ഇൻറ്റ്യൂറ്റീവ് അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ഫെയ്ത്ത്. ആൻഡ് ചിൽഡ്രൻ ഹൂ ഇൻ്റർപ്രറ്റ് ദ റിലീജിയസ് സ്റ്റോറീസ് ലിറ്ററലി ആർ ഇൻ വിച്ച് സ്റ്റേജ്? നാലാമത്തെ ആൻസർ ബി ആണ്, മിത്തിക് ലിറ്ററൽ ഫെയ്ത്തിലാണ്. അതുപോലെ ദ സിന്തറ്റിക് കൺവെൻഷണൽ ഫെയ്ത്ത് സ്റ്റേജ് യൂഷ്വലി ഒക്കോർ ഡ്യൂറിങ്? അഞ്ചാമത്തെ ആൻസർ സി ആണ്, അഡോളസൻസ് ഏജിലാണ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇൻ വിച്ച് സ്റ്റേജ് ഡു ദ ഇൻഡിവിജ്വൽ ബിഗിൻസ് ടു ക്വസ്റ്റ്യൻ ആൻഡ് ക്രിട്ടിക്കലി എക്സാമിൻ ദെയർ ബിലീഫ്? ആറാമത്തെ ക്വസ്റ്റ്യൻ എ, ആൻസർ എ ആണ്, ഇൻഡിവിജ്വൽ റിഫ്ലക്റ്റീവ് ഫെയ്ത്ത് ആണ്. വിച്ച് സ്റ്റേജ് ആക്സെപ്റ്റ് ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ് ആൻഡ് റെക്കഗ്നൈസ് ദ ട്രൂത്ത് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ മെനി വേസ്? ഏഴാമത്തത് ക്വസ്റ്റ്യൻ എ, ആൻസർ എ ആണ്, കൺജങ്ക്റ്റീവ് ഫെയ്ത്ത്. ആൻഡ് യൂണിവേഴ്സലൈസിങ് ഫെയ്ത്ത് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ? എട്ടാമത്തെ സി ആണ്, ആൻസർ യൂണിവേഴ്സൽ ലവ്, ജസ്റ്റിസ് ആൻഡ് സർവീസ് ടു ഹ്യൂമാനിറ്റി. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് സ്റ്റേജ് ഫോം ദ ഫൗണ്ടേഷൻ ഓഫ് ട്രസ്റ്റ് ത്രൂ ദ സെക്യൂർ റിലേഷൻഷിപ്പ് വിത്ത് കെയർ ഗീവർ? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പ്രൈമൽ ഫെയ്ത്ത് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒരു ട്രസ്റ്റ് ഫോം ചെയ്യണമെങ്കിൽ ആ റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രൈമറി കെയർ ഗീവറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സക്സസ് ആയാൽ മാത്രമേ ഉള്ളൂ ആ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഒന്നാമത്തെ സ്റ്റേജ് 0 ആണ്, 0 to 2 years കാണുന്നത്. ദാറ്റ് ഈസ് പ്രൈമൽ ഫെയ്ത്ത്. Then according to the Fowlers, which stage is achieved by only a small number of people? അത് ലാസ്റ്റ് സ്റ്റേജ് ആണ്, നമ്മൾ പഠിച്ചായിരുന്നു, 10 സി, യൂണിവേഴ്സലൈസിങ് ഫെയ്ത്ത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഞാൻ അതിൻ്റെ താഴെ കീ പോയിൻറ്റ്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈമറി ഫെയ്ത്ത് എന്താണ്, ഇൻറ്റ്യൂറ്റീവ്, മിത്തിക്ക്, സിന്തറ്റിക്, ഇൻഡിവിജ്വലൈസ്ഡ്, റിഫ്ലക്റ്റീവ് ഫെയ്ത്ത്, എക്സെട്ര. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്താൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. കാരണം എനിക്കൊരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. സോ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. താങ്ക് യു.